ഹലോ നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാട്ട്സ് ഇൻ മൈ ഹാൻഡ് ബാഗ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറേ ആയിട്ട് എന്നോട് പറയുന്നു ചെയ്യൂ 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 എന്ന്. അങ്ങനെ ഫൈനലി ഞാൻ ചെയ്യുകയാണ്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് 4 വർഷമായി. ഓക്കെ, അപ്പോൾ 4 വർഷം എന്ന് പറയുമ്പോൾ അന്നത്തെ സമയത്ത് അബിയക്കുട്ടി വളരെ ചെറുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകുന്നതൊക്കെ അവൾക്കും കൂടി വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും. അപ്പോൾ 4 വർഷങ്ങൾക്ക് ഇപ്പുറം തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹാൻഡ് ബാഗിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ വന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ബാക്ക് പേഴ്സൺ ആണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബാക്ക് കളക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും ഞാൻ ഇടുന്ന ഫോട്ടോസിലൊക്കെ ഞാൻ ബാഗ് എപ്പോഴും ഒരു ബാഗ് ക്യാരി ചെയ്യുന്ന ഒരാളാണ്. വെറുതെ ഒന്ന് പുറത്ത് പോവുകയാണ്, ഒരു മൊബൈൽ മാത്രമാണെങ്കിൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാറില്ല. ഞാൻ ബാഗിലാണ്, ഒരു ചെറിയ ബാഗാണെങ്കിലും ഞാൻ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രാൻഡഡ് ബാഗ്സും എല്ലാം ഞാൻ ഒരുപാട് ബാഗ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു ബാഗ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുക അങ്ങനെയില്ല. അപ്പോൾ ഈ ഒരു ബാഗ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ 2-3 തവണ പോയപ്പോഴൊക്കെ ഈ ഒരു ബാഗാണ് കൊണ്ടുപോയത്. അപ്പോൾ കൂടുതൽ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഈ ഒരു ബാഗ് കാണിച്ചു തരാം. ഇതാണ് ബാഗ്. ഓക്കെ, ഇതാ ഇങ്ങനെയാണ്. നല്ലൊരു ബീച്ച് കളറിലുള്ളൊരു ബാഗാണ്. നല്ല രസമുള്ളൊരു ബാഗാണ്. ഈ ഒരു ബാഗ് ലിങ്ക് ചോദിക്കരുത്, ലിങ്ക് ഇല്ല. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഓൺലൈൻ വാങ്ങിയതല്ല, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ദുബായിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ചോദിക്കരുത്. ഓക്കെ, പിന്നെ സിമിലറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് തപ്പി നോക്കട്ടെ. ആമസോണിലോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതിൽ ഞാൻ യൂഷ്വലി ക്യാരി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മൊബൈൽ ഏത് ബാഗിലാണോ ആ ബാഗിൽ ഇട്ടുകൊണ്ട് പോവും. അടുത്തത് പെറ്റ് വൈപ്സ്. ഏത് ബാഗിലാണേലും ഞാൻ മസ്റ്റായിട്ടും ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വെറ്റ് വൈപ്സും ടിഷ്യൂ ഒക്കെ. അപ്പോൾ ഇത് മദേഴ്സ് സ്പെഷ്യൻ്റെ ചെറുതാണ് കേട്ടോ. ഞാൻ എപ്പോഴും കൊണ്ടുപോകാം. ഇതിനകത്തൊരു 10 വൈപ്സ് ഒക്കെയാണുള്ളത്. ബേബി വൈപ്സ് ആണ് ഞാൻ കൂടുതലും. അപ്പോൾ എനിക്കും അവ്യക്കുട്ടിക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ബേബി വൈപ്സ് ആണ് ഞാൻ കൂടുതലും വാങ്ങിക്കാറുള്ളത്. ടിഷ്യൂ അത് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ടിഷ്യൂ ഒരു ചെറിയ പാക്കറ്റ് എപ്പോഴും വയ്ക്കാറുണ്ട്. പിന്നെ ഇത് ആക്ച്വലി ഒരു ക്യാരി ബാഗാണ്. ഇത് നിങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ അറിയാമല്ലോ, എവിടെ പോയാലും ക്യാരി ബാഗ് കിട്ടില്ല. നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങണം. ചിലയിടത്തൊക്കെ കിട്ടുകയില്ല. ഓക്കെ, ക്യാഷ് കൊടുത്താലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിത് ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ് ദുബായിലുള്ള സമയത്ത്. ഇപ്പോഴും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിയത് ഒരുപാട് വർഷം, ഒരു 5-6 വർഷം മുന്നെയാണ്. അബിയക്കുട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ പല പല പ്രിൻസിലൊക്കെ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹാൻഡ് ക്രീം ഉണ്ട്. ഓക്കെ, അതിപ്പോൾ കഴിയുന്ന അനുസരിച്ച് ഏതെങ്കിലും വാങ്ങും. ഇപ്പോൾ ഇരിക്കുന്നത് ബോഡി ഷോപ്പിൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ്. നല്ല ഒരു ഫ്രേഗ്രൻസും ഒക്കെയാണ്. ഇത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. ഇത് സൂക്കിൻ്റെ ഒരു വാലറ്റാണ്. ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കാർഡ്സ്, ഫോട്ടോസ് ഉണ്ട് കേട്ടോ, അവ്യക്കുട്ടിയുടെയും ഞങ്ങളുടെ. പിന്നെ കാർഡ്സും ക്യാഷ് ഞാൻ അധികം ക്യാരി ചെയ്യാറില്ല. നമ്മൾ കൂടുതലും GPay ആണ്. എന്നാലും കാർഡ്സ്, പിന്നെ എല്ലാ കാർഡ്സും കാര്യങ്ങളും, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ലൈസൻസ്, എല്ലാം ഇതിൻ്റെ അകത്താണ് വയ്ക്കാറുള്ളത്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും എൻ്റെയും അബിയക്കുട്ടിയുടെയും കാർഡ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ആധാർ കാർഡുണ്ട്. അങ്ങനെ നമുക്ക് നാട്ടിലൊന്ന് പുറത്തിറങ്ങുമ്പോൾ ആവശ്യം വരുന്ന എല്ലാ കാർഡ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പാൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഒരുമിച്ചാണ് വയ്ക്കാറ്. കളഞ്ഞു പോയാൽ ഒരുമിച്ച് പോവും. അപ്പോൾ ഇത് ഈ സെൻറ്ററിൽ ഉണ്ടായിരുന്നത്
കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ലിപ് ഗ്ലോസ് അല്ല, ഇത് ലിപ് ബാമാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഏതായാലും ഒരു ടിൻറ്റഡ് ലിപ് ബാം വെക്കാറുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ അങ്ങനെ അത് വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ കൊണ്ടുപോകാറുള്ളൂ. അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പൊക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം. അല്ലെങ്കിൽ ഞാൻ വേറൊന്നും ക്യാരി ചെയ്യാറില്ല. ഇതുണ്ടാവും, ഒരു ഹാൻഡ് ക്രീം ഉണ്ടാവും. യൂഷ്വലി പോകുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, വെറുതെ ഒന്ന് പുറത്ത് പോകുമ്പോൾ കാഷ്വലായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നതൊക്കെയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറും കേട്ടോ. അത് അപ്പം അങ്ങനെ. അതായത് ലിപ് ബാം ഉണ്ട്. ഞാൻ സൺസ്ക്രീനൊന്നും അങ്ങനെ ബാഗിൽ കൊണ്ടുപോകാറില്ല. അപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നല്ലാണ്ട് റീഅപ്ലൈ ചെയ്യാറില്ല. ഓക്കെ, ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യണം എന്നാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കാറില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അതും കൂടി എടുത്തുകൊണ്ട് പോകുന്നതിൽ കാര്യമില്ലല്ലോ. ഇത് ബ്ലൂടൂത്ത് ഉണ്ട്. ഇത് ആക്ച്വലി എപ്പോഴും അങ്ങനെ കൊണ്ടുപോകാറില്ല, എന്നാലും എടുക്കുന്നൊരു സാധനമാണ് ഇടയ്ക്കെങ്കിലുമൊക്കെ. പിന്നെ ഷെയ്ഡ്സ്, ഇതും ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് 1-2 തവണ പുറത്ത് പോയപ്പോഴൊക്കെ കൊണ്ടുപോയത് ഇതിനകത്ത് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്താ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, അത് മിക്കവാറും അഭിയക്കുട്ടിയുടെ ബോട്ടിൽ തന്നെയായിരിക്കും എടുക്കാറുള്ളത്. അപ്പോൾ അതുണ്ടാവാറുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഇപ്പോൾ എങ്ങോട്ടാണ്, ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ഒരു പാഡ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ല. ഓക്കെ, അതും കൂടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് വാട്ട്സ് ഇൻ മൈ ഹാൻഡ് ബാഗ്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ചെയ്യാൻ പറഞ്ഞവരൊക്കെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.